ഹേയ് എവരിവൺ, ഞാനിപ്പോൾ എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് ഭയങ്കര സ്വെറ്റി സ്മെല്ലുള്ള ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനൊരു 2023 മുതൽ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് ആളുകൾക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയുമായിരിക്കാം. പക്ഷേ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇതൊരു വെരി നാച്ചുറൽ ഒരു സാധനമാണ്. നമുക്കിത് വേണമെങ്കിൽ നാച്ചുറൽ ഡിയോഡോറൻ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം. ഇത് വേറെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. ആസ് ഐ സെഡ് 2023 തൊട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2026 ആയി. ഐ തിങ്ക് ഇതെൻ്റെ 3ാമത്തെ സ്റ്റോണാണ്. ഇതിന് പറയുന്നത് ആലം സ്റ്റോൺ ആണ്, ഫിറ്റ്കാരി അങ്ങനെ ഐ തിങ്ക് അതാണെന്ന് തോന്നുന്നു ഇംഗ്ലീഷ് നെയിം. ഇത് ഷേവിങ്, ഇത് ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പം കുറച്ച് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഷേവിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബാർബർ ഷോപ്പിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അതിനെക്കുറിച്ച് അത്ര അറിയില്ല, പക്ഷേ ചിലപ്പോൾ ആയിരിക്കാം. ഈ ഒരു സംഭവം ആണത്. ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ ഫിനിഷ്ഡ് അല്ലാത്ത സ്റ്റോൺ കിട്ടും. അത് നമ്മൾ വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ അൺഡ്രാംസിൽ യൂസ് ചെയ്യുമ്പം അത് നമുക്ക് കുറച്ച് പെയിൻഫുൾ ആയിരിക്കും. സോ ഇതിങ്ങനെ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ സ്റ്റോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ യൂസ് ചെയ്യുമ്പം കുറച്ച് സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ ഞാൻ വേറൊരു നാട്ടിൽ പോയ സമയത്ത് ഞാൻ ഇതിപ്പോൾ മൈ ലവ് എന്നാണ് ഇതിൻ്റെ ഈ പേര്. ഓക്കെ, വേറൊരു പേരിലുള്ള ഒരു സംഭവം ഞാൻ സെയിം സ്റ്റോൺ ഇതേ സൈസിലുള്ള ഒരു സ്റ്റോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് അത്ര ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പെട്ടെന്ന് ബ്രോക്കൺ ആയിപ്പോയി. അപ്പോൾ ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്യണം എന്നുള്ളവർ ഇത് വാങ്ങി യൂസ് ചെയ്യുക. മൈ ലവ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതൊന്ന് നനച്ചിട്ട് നമ്മൾ അണ്ടർആംസിൽ റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കത് ചെയ്യുമ്പം പ്രത്യേകിച്ചൊരു ഒന്നും തോന്നില്ല, സ്മെല്ല് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇത് വർക്കാകുമോ എന്ന് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ചിന്തിക്കും. കാരണം ഈ സെയിം തിങ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തപ്പോൾ ഞാനും തിങ്ക് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ഞാൻ പറയാം, 4th ഡേ എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി. 4th ഡേ യൂസ് ചെയ്തപ്പോഴേക്കും ഞാൻ അത്ര വറീഡായിട്ടുള്ളൊരു എൻ്റെ ലൈഫിലൊരു പാർട്ടായിരുന്നു ഈ വേർപ്പ് സ്മെല്ല് എന്നുള്ളത്. അത് ഇത്ര റാപ്പിഡായിട്ട് പോയപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ കുറേ പേർക്ക് ഇത് സജസ്റ്റ് ചെയ്തിട്ടുമുണ്ട്, ഇത് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ ഞാൻ എൻ്റെ ഈ വേർപ്പ് സ്മെല്ലിനെ റിമൂവ് ആക്കാൻ ഞാൻ സെർച്ച് ചെയ്യാത്ത യൂട്യൂബിലാണെങ്കിലും ഗൂഗിളിലാണെങ്കിലും ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ടുണ്ട്. കുറേ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്, ഡിയോഡറൻറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിൽ ഒന്നും കിട്ടാത്ത സാറ്റിസ്ഫാക്ഷനും പിന്നെ എന്താ പറയുക റിസൾട്ടും എനിക്ക് ഈ പറഞ്ഞ ഈ സ്റ്റോണിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വാങ്ങിക്കുമ്പോൾ ഞാൻ 3ാമത്തെ യൂസ് ചെയ്തതെന്ന് പറഞ്ഞില്ലേ, അപ്പം ഈ സെയിമാണ് ഞാൻ 3ാമത്തെ യൂസ് ചെയ്തത്. നാട്ടിൽ പോയ സമയത്താണ് വേറൊരു സംഭവം, വേറൊരു ബ്രാൻഡിൻ്റെ മൈ ലവ് അല്ലാതെയുള്ള അത് യൂസ് ചെയ്ത് നോക്കിയത്. പക്ഷെ എനിക്കത് അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല. സോ വാങ്ങിക്കുന്നവർ മൈ ലവ് എന്നുള്ളത് ഇത് നമുക്ക് അങ്ങാടിക്കടയിലും ഒക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അത് ഇഷ്ടപ്പെടും. ഓക്കെ, ഞാൻ മനസ്സിലാക്കുന്നത് ഇനി വേറെ സൈഡ് എഫക്ട്സ് ഇല്ല, ബിക്കോസ് ഇറ്റ്സ് നാച്ചുറൽ ആയതുകൊണ്ട്. സോ വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.